ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എനിക്കറിയില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. എങ്കിലും എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, അങ്ങ് യഥാർത്ഥ ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ വരുന്നില്ല? ദയവായി എൻ്റെ മുമ്പിൽ വരിക. കാരണം ഞാൻ 17 വയസ്സുള്ള ഒരു യുവാവാണ്. ഞാൻ എല്ലാ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ അങ്ങ് രക്ഷിച്ചാൽ, എന്നെ അങ്ങ് പൂർണ്ണമായി സൗഖ്യമാക്കിയാൽ ഞാൻ തീർച്ചയായും അങ്ങയ്ക്ക് വേണ്ടി എവിടെ വേണമെങ്കിലും പോകാം. ആരോട് വേണമെങ്കിലും അങ്ങയെക്കുറിച്ച് പ്രസംഗിച്ച് പറയാം. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ അമാനുഷികമായി ഒരു ശബ്ദവും ഒരു ദർശനവും ഒന്നും കേട്ടില്ല, ഒന്നും കണ്ടതുമില്ല. പക്ഷേ ഒരു അത്ഭുത കാര്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു തീർന്ന് ചില നിമിഷങ്ങൾ കഴിയുന്നതിന് മുൻപേ എൻ്റെ ഹൃദയം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ സന്തോഷത്താലും സമാധാനത്താലും നിറഞ്ഞു തുടങ്ങുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാൻ തുടങ്ങി. എനിക്ക് ഹല്ലേലൂയ എന്ന വാക്ക് പറയാൻ അന്നറിയില്ലായിരുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകി. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ബുദ്ധിസ്റ്റായിരുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായ കഥയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് യോങ്കിച്ചോ. 1936 ഫെബ്രുവരി മാസം 14 സൗത്ത് കൊറിയയിലെ ഉൽസാനിൽ ജനിച്ചു. മാതാപിതാക്കളായ ചോ ഡു ചുൻ, കിം ബോക് സുൻ എന്ന ദമ്പതികളുടെ 10 മക്കളിൽ മൂത്ത മകനായിരുന്നു യോങ്കിച്ചോ. വളരെ സാധാരണ കുടുംബമായിരുന്നു അവരുടേത്. തൻ്റെ പിതാവിൻ്റെ ഉപജീവനം കൊണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ മാതാപിതാക്കൾ വളരെ ആത്മീയരായിരുന്നു. അവർ ബുദ്ധമതത്തിൽ വിശ്വസിച്ചവരായിരുന്നതിനാൽ യോങ്കിച്ചോയും കൊച്ചുനാൾ മുതൽ തന്നെ ബുദ്ധനെ ആരാധിക്കുന്നതും ബുദ്ധനെ സ്നേഹിക്കുന്നതും ആരംഭിച്ചു. അങ്ങനെയിരിക്കെ 1953 തൻ്റെ 17-ാം വയസ്സിൽ തനിക്ക് ക്ഷയരോഗം പിടിപെട്ടു. അത് യോങ്കിച്ചോയ്ക്ക് ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ആവുകയും ഡോക്ടർമാരുടെ പരിശോധനകൾക്ക് വിധേയപ്പെടുകയും ചെയ്തു. യോങ്കിച്ചോയെ പരിശോധിച്ച ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: ഈ മകനെ പൂർണ്ണമായി രക്ഷിക്കുന്ന കാര്യം അസാധ്യമാണ്. കൂടിപ്പോയാൽ 6 മാസം മാത്രമേ അവന് ജീവിച്ചിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായും തകർന്ന മനസ്സോടെ തൻ്റെ റൂമിൽ മുകളിലേക്ക് നോക്കി യോങ്കിച്ചോ കരഞ്ഞുകൊണ്ട് അങ്ങനെ നാളുകൾ തള്ളി നീക്കി. എല്ലാ ദിവസവും താൻ വിശ്വസിച്ചിരുന്ന ബുദ്ധനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും പതിവായിരുന്നു. തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് നാളുകൾ കഴിയും തോറും യോങ്കിച്ചോ മാറിക്കൊണ്ടിരുന്നു. ബുദ്ധനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു മറുപടിയും ലഭിച്ചില്ല. അങ്ങനെ വളരെ ദേഷ്യവും തൻ്റെ ജീവിതത്തോടുള്ള വെറുപ്പും എല്ലാം കൊണ്ട് ആ മുറിയിൽ കിടന്ന് യോങ്കിച്ചോ ഇങ്ങനെ പറയാൻ തുടങ്ങി: ഈ പ്രപഞ്ചത്തിൽ ബുദ്ധനല്ലാതെ വേറൊരു യഥാർത്ഥ ദൈവമുണ്ടെങ്കിൽ ഇന്ന് എന്നെ രക്ഷിക്കണം എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങി. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ആഴ്ചയാകുന്നതിന് മുൻപേ ഒരു ക്രിസ്ത്യാനിയായ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി യോങ്കിച്ചോയുടെ വീട് വിസിറ്റ് ചെയ്തിരുന്നു. അവളോട് യേശു സംസാരിച്ചു. അങ്ങനെയാണ് അവൾ ആ വീട്ടിലേക്ക് വന്നെത്തിയത്. അവൾ കടന്നു വന്ന് യോങ്കിച്ചോയോട് യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ യോങ്കിച്ചോ അംഗീകരിക്കാൻ തയ്യാറായില്ല. യോങ്കിച്ചോ തുടക്കത്തിൽ അവളെ എതിർത്തിരുന്നു. അവൾ പറയുന്നത് വിശ്വസിക്കാൻ മനസ്സുണ്ടായിരുന്നതുമില്ല. ആ പെൺകുട്ടി യോങ്കിച്ചോയുടെ അവസ്ഥ കണ്ടിട്ട് അവിടെ ഇരുന്ന് കർത്താവായ യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് അവൾ തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും അവിടെ വരികയും യോങ്കിച്ചോയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവളുടെ ആ സ്നേഹവും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ബൈബിളിലെ കാര്യങ്ങളും തുടർമാനമായി കേട്ടപ്പോൾ യോങ്കിച്ചോയുടെ മനസ്സിൽ ഒരു ചെറിയ വിശ്വാസം ഉടലെടുത്തു. അവൾ ഒരു ബൈബിൾ അദ്ദേഹത്തിന് കൊടുത്ത് മടങ്ങിപ്പോയി. പിന്നെ അവൾ തിരികെ വന്നിട്ടില്ല. അവൾ നൽകിയ ബൈബിൾ യോങ്കിച്ചോ വായിക്കാൻ ആരംഭിച്ചു. സുവിശേഷ പുസ്തകങ്ങൾ വായിച്ചു. യോങ്കിച്ചോയെ അതിശയപ്പെടുത്തിയ
ഒരു ക്യാരക്ടറായിരുന്നു യേശുക്രിസ്തുവിൻ്റേത്. യോങ്കിച്ചോ ബുദ്ധനെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ കണ്ട വ്യക്തി വ്യത്യസ്തനായിരുന്നു. യോങ്കിച്ചോയ്ക്ക് യേശുവിനെ പതിയെ ഇഷ്ടപ്പെടാൻ ആരംഭിച്ചു. അതിനാൽ ബൈബിൾ അധികം വായിച്ചു കൊണ്ടേയിരുന്നു. ഈ ദൈവവചനങ്ങൾ യോങ്കിച്ചോയുടെ വിശ്വാസത്തിന് വളർച്ച നൽകി. എന്നെ കേൾക്കുന്ന താങ്കൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് താങ്കളോട് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ്. ദൈവവചനം നിരന്തരം വായിച്ചാൽ മാത്രം മതിയാകും. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഈ തിരുവെഴുത്തുകൾക്ക് നിന്റെ വിശ്വാസത്തിനെ വളർത്തുവാനുള്ള ശക്തിയുണ്ട്. യോങ്കിച്ചോ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഇപ്പോഴാണ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവം യോങ്കിച്ചോയുടെ ഹൃദയത്തിൽ നിറച്ച പ്രാർത്ഥന സംഭവിച്ചത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവിക സമാധാനം തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ചികിത്സിച്ച ഡോക്ടർമാരെ വരെ അത് അത്ഭുതപ്പെടുത്തി. ആ ക്ഷയരോഗത്തിൽ നിന്നും യോങ്കിച്ചോ പൂർണ്ണമായും രക്ഷപ്പെട്ടു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. കർത്താവ് യോങ്കിച്ചോയെ പൂർണ്ണമായും സൗഖ്യമാക്കി. ദിവസവും കർത്താവിൻ്റെ കൂടെ നടക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവവചനം അനുസരിക്കുവാനുമെല്ലാം യോങ്കിച്ചോ ആരംഭിച്ചു. തൻ്റെ ജീവിതശൈലിയെ താൻ മാറ്റിയെടുത്തു. പിന്നീട് അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് കെൻ ടൈസിനെ കണ്ടുമുട്ടി. അവരുടെ ശുശ്രൂഷയിൽ ആക്റ്റീവായ ഒരു വ്യക്തിയായി യോങ്കിച്ചോ മാറി. സുവിശേഷം പറയുവാനും വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമെല്ലാം ആരംഭിച്ചു. അവിടെ വെച്ചാണ് ചോയ് ജാഷിലിനെ കാണുന്നത്. അവർ പിന്നത്തേതിൽ യോങ്കിച്ചോയുടെ സഹശുശ്രൂഷകയായി മാറ്റപ്പെട്ടു. പഠന സമയത്തിന് ശേഷം തൻ്റെ സ്കൂളിനടുത്തുള്ള പട്ടാള ക്യാമ്പിൽ പോകുന്ന ഒരു പതിവ് യോങ്കിച്ചോയ്ക്കുണ്ടായിരുന്നു. അവിടുത്തെ പട്ടാളത്തുകാരുടെ സൗഹൃദം ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടുവാൻ യോങ്കിച്ചോയെ സഹായിച്ചു. പിന്നത്തേതിൽ മിലിറ്ററി ഓഫീസറിന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ജോലി അവിടെ യോങ്കിച്ചോ ചെയ്തിരുന്നു. അങ്ങനെയിരിക്കവേ സോയിലുള്ള ഫുൾ ഗോസ്പൽ ബൈബിൾ കോളേജിൽ തിയോളജി പഠിക്കുവാനായി ഒരു സ്കോളർഷിപ്പ് തനിക്ക് ലഭിച്ചു. താൻ ആ പഠനത്തിനായി മടങ്ങിപ്പോയി. ബൈബിൾ സെമിനാരിയിൽ തിയോളജി പഠനത്തിൽ ബിരുദം നേടിയതിന് ശേഷം തിരികെ മടങ്ങിയെത്തിയ പോൾ യോങ്കിച്ചോ ഗ്രാമങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കുവാനും അവിടെ കാണുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചു. അങ്ങനെയിരിക്കവേ ഒരു ചെറിയ റൂമിൽ ഒരു പ്രാർത്ഥന ആരംഭിക്കുകയായിരുന്നു. അതിൽ യോങ്കിച്ചോയും കൂടെ കൂട്ടിയാൽ 5 പേർ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. അതിലൊരാൾ നേരത്തെ യോങ്കിച്ചോയോട് കൂടെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ചോയ് ജാഷിലും എൻ്റെ 3 മക്കളുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിൽ കിടരോഗിയായിരുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യോങ്കിച്ചോയ്ക്ക് അവസരം ലഭിച്ചു. താൻ കടന്നുപോയി ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞതും ഒരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ് ചെയ്തത്. സ്ത്രീ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. 7 വർഷങ്ങളായി ഒരേ കണക്കിന് കിടന്നിരുന്ന അവരുടെ വിടുതൽ ആ ഗ്രാമത്തെ മുഴുവനും നേടുവാൻ യോങ്കിച്ചോയെ സഹായിച്ചു. ഈ വാർത്ത കേട്ടറിഞ്ഞവർ ഈ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ആരംഭിക്കുകയാണ് ഉണ്ടായത്. അവരുടെ രോഗികളെയും അവിടേക്ക് കൊണ്ടുവന്നു. യോങ്കിച്ചോ പ്രാർത്ഥിച്ച എല്ലാവർക്കും അപ്പോൾ സൗഖ്യമായി. അങ്ങനെ 5 പേർ മാത്രം കൂടി വന്നുകൊണ്ടിരുന്ന ആ ചെറിയ കൂടിവരവ് പിന്നത്തേതിൽ 50 മാറി. പിന്നത്തേതിൽ 400 മാറി. പിന്നെ 2000 പേർ വന്നുകൂടി. ജനങ്ങൾ ആ ആരാധനാലയത്തിൽ വന്നു നിറഞ്ഞു. അവിടെ കൊള്ളാത്ത വിധത്തിൽ ആളുകൾ വന്നതിനാൽ യോങ്കിച്ചോയ്ക്ക് ഒരു സഭ വേണമെന്ന ഒരാഗ്രഹം വന്നു. 1958 ഒരു ചർച്ച് ബിൽഡിംഗ് യോങ്കിച്ചോ മേടിച്ചു. പിന്നെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഉത്സവമായിരുന്നു ഉണ്ടായത്. രോഗികളുടെ സൗഖ്യങ്ങളും ആളുകളുടെ വിടുതലുകളും അവിശ്വസനീയമായിരുന്നു. അങ്ങനെ 4 വർഷം കൊണ്ട് സഭ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയൊരു വളർച്ചയെ കൈവരിച്ചു. 1965 തൻ്റെ ശുശ്രൂഷയിൽ തുടക്കം മുതലേ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ചോയ് ജാഷിൽ എന്ന സ്ത്രീയുടെ മകളെ യോങ്കിച്ചോ വിവാഹം കഴിച്ചു. കിങ് സംഹെ എന്നായിരുന്നു അവരുടെ പേര്. കർത്താവ് ആ കുടുംബജീവിതത്തെ വളരെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അവർക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. യോങ്കിച്ചോയുടെ 28-ാം വയസ്സിലായിരുന്നു സഭയുടെ ഈ വളർച്ച സംഭവിക്കുന്നത്. തനിക്ക് കർത്താവിനോടുള്ള ഇഷ്ടം ഭയങ്കരമായിരുന്നു. ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥതയുള്ളവനായിരുന്നതിനാൽ യോങ്കിച്ചോ സഭയിലെ ചെറുതു മുതൽ വലിയ കാര്യങ്ങൾ വരെയും താൻ തന്നെ മുമ്പിൽ നിന്ന് ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് യോങ്കിച്ചോയോട് സംസാരിക്കാൻ ആരംഭിച്ചു. താൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാരം
അത് കൂടെയുള്ള സഹശുശ്രൂഷകരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയും കെയർ സെല്ലുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ആത്മനിയോഗം യോങ്കിച്ചോയ്ക്ക് ലഭിച്ചു. അങ്ങനെയാണ് കെയർ സെൽ വർക്കുകൾ ആരംഭിക്കപ്പെടുന്നത്. തൻ്റെ കൂടെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരുന്നവരെ അവിടെ ഓരോ സ്ഥലങ്ങളിലേക്ക് യോങ്കിച്ചോ അപ്പോയിന്റ് ചെയ്തു. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി, ഇതായിരുന്നു യോങ്കിച്ചോയുടെ പ്രധാന പ്രസംഗ വിഷയം. പോയിടത്തെല്ലാം സെൽ വർക്കുകളിലും പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചും വാതോരാതെ പ്രസംഗിച്ചു. യോങ്കിച്ചോ മനസ്സിലാക്കിയ വലിയ സത്യങ്ങളിലൊന്ന് ഈ സെൽ വർക്കുകളാണ് പെട്ടെന്നുള്ള സഭാ വളർച്ചയുടെ ഒരു താക്കോൽ. ആയതിനാൽ സെൽ വർക്കുകളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. സഭാ വളർച്ചയുടെ അടുത്തൊരു ഘട്ടം ആരംഭിക്കുന്നത് 1973 യോയ്ഡോ അസംബ്ലീസ് ഓഫ് ഗാഡ് ഫുൾ ഗോസ്പൽ ചർച്ച് അപ്പോഴാണ് സ്ഥാപിച്ചത്. പിന്നെ നീണ്ട 44 വർഷത്തെ പരിശ്രമവും പ്രാർത്ഥനയും നിരവധി സ്ഥലങ്ങളിലും പട്ടണങ്ങളിലും സെൽ വർക്കുകൾ ആരംഭിക്കുന്നതിന് കാരണമായി തീർന്നു. അങ്ങനെ സഭയുടെ വളർച്ച ദിവസേന വർദ്ധിച്ചു വന്നു. 1979 യോങ്കിച്ചോയുടെ സഭ 1,00,000 വിശ്വാസികളായി നിറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു യോങ്കിച്ചോ ചലിച്ചത്. തന്നോട് കൂടെയുള്ളവർക്ക് ശുശ്രൂഷകൾ കൈമാറണം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് തന്നെ നേതൃസ്ഥാനങ്ങളിലും ശുശ്രൂഷകളിലും സ്ത്രീകളെയും നിർത്തേണ്ടതിന് യോങ്കിച്ചോയുടെ നിർദ്ദേശം കൊടുത്തു. യോങ്കിച്ചോ അങ്ങനെ തന്നെ ചെയ്തു. അത് പിന്നത്തേതിൽ ലോകമെമ്പാടുമുള്ള സഭകളുടെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി തീർന്നു. ഈ വിമർശനങ്ങളുടെ നടുവിലും യോങ്കിച്ചോ പരിശുദ്ധാത്മാവിന്റെ വാക്കിനെ അനുസരിക്കുന്നത് നിർത്തിയില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവശബ്ദത്തെ അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ സമാനമായ പ്രതികരണങ്ങളും വിമർശനങ്ങളുമെല്ലാം നേരിടാം. നിന്നോട് സംസാരിച്ചത് ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ധൈര്യമായി മുന്നോട്ട് പോകണം. ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. യോങ്കിച്ചോ പരിശുദ്ധാത്മ പ്രേരണയാൽ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ശുശ്രൂഷകർക്കും കർത്താവിനെ സ്നേഹിക്കുന്ന വിശ്വാസ സമൂഹത്തിനും ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാൻ സഹായമായി കൊണ്ടിരിക്കുന്നു. 2007 യോങ്കിച്ചോയുടെ സഭ 8,30,000 വിശ്വാസികളായി വളർന്നു. ലോകത്തിൽ ഏറ്റവും വലിയ ചർച്ച് കോൺഗ്രിഗേഷനായി മാറി. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ കണക്ക് പ്രകാരം കെയർസെൽ മെമ്പേഴ്സിനെ കൂടി കൂട്ടിയാൽ 1 മില്യൺ വിശ്വാസികൾ ഈ സഭയുടെ അംഗങ്ങളായി നിലവിലുണ്ട്. യോങ്കിച്ചോ എന്ന പേരാണ് തൻ്റെ മാതാപിതാക്കൾ നൽകിയിരുന്നത്. പക്ഷേ ശുശ്രൂഷയിൽ വ്യാപൃതനായ സമയങ്ങളിൽ പോൾ യോങ്കിച്ചോ എന്നറിയപ്പെട്ടിരുന്നു. 90കളിൽ താൻ തൻ്റെ പേരിൽ പോൾ എന്നത് മാറ്റി ഡേവിഡ് യോങ്കിച്ചോ എന്ന് തിരുത്തി. പിന്നെ ഡേവിഡ് യോങ്കിച്ചോ എന്നാണ് താൻ അറിയപ്പെട്ടിരുന്നത്. യോങ്കിച്ചോ രോഗക്കിടക്കയിൽ കർത്താവിനോട് സംസാരിച്ചതുപോലെ അവസാന സമയം വരെയും ദൈവം കൊടുത്ത പദ്ധതിക്ക് വേണ്ടി വിശ്വസ്തനായിരിക്കാൻ കർത്താവ് കൃപ നൽകി. 2021 സെപ്റ്റംബർ മാസം 14 ഡേവിഡ് യോങ്കിച്ചോ ഇഹലോകവാസം വെടിഞ്ഞ് കർത്താവിനോട് കൂടെ ചേർന്നു. സഹോദരങ്ങളെ, നിന്റെ പരിമിതികൾ ദൈവത്തിന് പരിമിതിയല്ല. അത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വേദിയാണ്. ഡേവിഡ് യോങ്കിച്ചോ പോലെ ലോകം കണ്ട ഉണർവിൻ്റെ ജേതാക്കളുടെ ആത്മീക പുതപ്പ് അവരുടെ കാലശേഷം ഇന്നും മറ്റൊരു വ്യക്തിക്കായി ഈ ഭൂമിയിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന ഒരാൾക്കായി അത് ഇന്നും കാത്തിരിക്കുന്നു. ആ വ്യക്തി താങ്കളാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഷാലോം.